റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് പെർമനന്റ് ബാനായി. ഇതിൽ അത്ഭുതപ്പെടാനായിട്ട് ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് എന്തുകൊണ്ടാണ് പെർമനന്റ് ബാനായതെന്ന്. അപ്പൊ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ഇതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പെർമനന്റ് ആയിട്ട് ബാനായത്, പിന്നെ റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഞാൻ ഫുള്ള് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റെയ്സ്റ്റാർ ഇട്ട ആ വീഡിയോനെ പറ്റിയിട്ടല്ല ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് പെർമനന്റ് ബാനായതെന്നും ഇത് എങ്ങനെ തിരിച്ചു കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് റെയ്സ്റ്റാറിന്റെ ഐഡി ബാൻ ആയപ്പോൾ റെയ്സ്റ്റാർ അതിനെ പറ്റി എന്താ പറഞ്ഞതെന്നുള്ള ഫസ്റ്റ് നമുക്കൊന്ന് കേട്ടുവരാം. ഇത് റെയ്സ്റ്റാറിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. गाइस एक चीज दिखा रहा हूँ गाइस, देख सकते हो आप लोग. बूम गाइस, मेरा अकाउंट हो चुकी है बैन गाइस. कुछ नहीं गाइस, एक तो पूरा नया पीसी है, नया पीसी में पूरा डाउनलोड वगैरह करके मैं सेटअप कर रहा था. वर्जन भी देख लो आप लोग, ब्लूस्टैक 4 है. जैसे ही डाउनलोड किया, गेस्ट अकाउंट खोला मैंने, उसके बाद वहाँ पे कस्टम हर्ड वगैरह सेट किया. उसके बाद गेस्ट अकाउंट लॉग आउट करके मेरा मेन अकाउंट खोला तो गाइस बूम हो चुकी है, बैन हो चुकी है गाइस. റെയ്സ്റ്റാർ ഇതിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെയ്സ്റ്റാർ പുതിയ പി സി എടുത്ത് റെയ്സ്റ്റാർ പുതിയ പി സിയിൽ അവൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് ഗസ്റ്റ് അക്കൗണ്ടിൽ കസ്റ്റമൈസ്ഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ അക്കൗണ്ടിലേക്ക് കയറിയപ്പോൾ സ്പോട്ടിൽ തന്നെ മെയിൻ അക്കൗണ്ട് പെർമനന്റ് ബാൻ ആയെന്നാണ് ഇതിൽ റെയ്സ്റ്റാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് എങ്ങനെ നമുക്ക് പെർമനന്റ് ബാൻ കിട്ടുമെന്ന് ഫസ്റ്റ് നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാം. കാരണം അതല്ലാണ്ട് കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഹാക്ക് യൂസ് ചെയ്ത സ്പോട്ടിൽ പെർമനന്റ് ബാൻ കിട്ടും, അങ്ങനെ ഒന്നുമല്ല. ശരിക്കും പെർമനന്റ് ബാൻ എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കിയിട്ട് വരാം. ഒരു അക്കൗണ്ട് പെർമനന്റ് ബാൻ ആകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് വരും, 1 ഡേ ബ്ലാക്ക് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് 3 ഡേ ബ്ലാക്ക് ലിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് 7 ഡേ ബാൻ കിട്ടും. 7 ഡേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അക്കൗണ്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. അത് കഴിയുമ്പം നമുക്ക് 29 ദിവസത്തെ ബാൻ കിട്ടും. അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു അക്കൗണ്ട് പെർമനന്റ് കിട്ടുന്നത്. ഇത് ഫസ്റ്റ് ഡേ ബ്ലാക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സർക്കിൾ അല്ല. 7 ഡേ ബാൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു ഡിക്റ്റേഷൻ വരുവാണെങ്കിലാണ് പിന്നെ 29 ദിവസത്തെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ അക്കൗണ്ട് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് പിന്നെ നമുക്ക് പെർമനന്റ് ആയിട്ട് ബാൻ കിട്ടുന്നത്. ഇത് ഒന്നാമത്തെ വഴി, നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ബാനിലേക്ക് പോകാനായിട്ട് ഇത്രയും വഴിയിലൂടെ കയറി ഇറങ്ങി പോയാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ബാൻ കിട്ടത്തുള്ളൂ. ഇനി രണ്ടാമത്തെ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിന്റെ OBBക്കകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിയുമ്പോഴാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം അത്ര സ്പീഡിൽ നമുക്ക് പെർമനന്റ് ബാൻ കിട്ടുന്നത്. ഇതാണ് രണ്ടാമത്തെ വഴി പെർമനന്റ് ബാൻ കിട്ടുക. ഇതിൽ മേളിൽ പറഞ്ഞ ഒന്നും പെടുന്നതല്ല. ഇത് രണ്ടാമത്തെ വഴി ഡയറക്റ്റ് പെർമനന്റ് ബാനാണ്. മേളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോ ഇതിൽ കൂടെ കയറി ഇറങ്ങി പോയി കഴിയുമ്പോൾ ബ്ലാക്ക് ലിസ്റ്റ്, 3 ഡേ ബ്ലാക്ക് ലിസ്റ്റ്, 7 ഡേ ബാൻ, അത് കഴിഞ്ഞിട്ട് 29 ഡേ, അത് കഴിഞ്ഞിട്ട് പിന്നെ പെർമനന്റ്. ഇത് ഡയറക്റ്റ് ബാനാണ്. ഈ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കണം, റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് അപ്പൊ 7 ഡേ 29 ഡേ ബാൻ കഴിഞ്ഞിട്ടാണോ ഇത് പെർമനന്റ് കയറിയത്, അതോ റെയ്സ്റ്റാർ എന്തെങ്കിലും OBB മോഡിഫൈ ചെയ്തിട്ടാണോ പെർമനന്റ് കയറിയത്? അതിന്റെ ഇടയ്ക്ക് ഗരീന് ഈ OB48 അപ്ഡേറ്റിൽ ഒരു പുതിയ ആന്റി ചീറ്റ് AI16 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് ബ്ലൂസ്റ്റാക്ക് വെർഷൻ, ഇത് ഈ കൂടുതൽ യൂട്യൂബേഴ്സ് ഫ്രീ സ്റ്റൈൽ പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ കാരണം ഇതിന് നല്ല FPS അത്യാവശ്യം നല്ലൊരു വെർഷനാണ് ഈ ബ്ലൂസ്റ്റാക്സ് 4 വരുന്നത്. അപ്പം അതിലാണ് റെയ്സ്റ്റാർ ഇപ്പൊ കളിച്ചത്. കാരണം നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് ബ്ലൂസ്റ്റാക്സ് 4 നല്ല ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പം അതുകൊണ്ട് റെയ്സ്റ്റാർ ആ ഒരു ഇതിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് റെയ്സ്റ്റാർ ബ്ലൂസ്റ്റാക്സ് 4 ഇൻസ്റ്റാൾ ചെയ്തു, അതിൽ ഗെയിം കയറ്റി കളിച്ചു. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്തപ്പോഴത്തേക്കും ബാൻ കിട്ടി. ഇത് ഭയങ്കര നോർമൽ ആയിട്ടൊരു കാര്യമാണ്. ഇത് മിക്ക PC പ്ലേയേഴ്സും പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഈ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ബാൻ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് എങ്ങനെയാണ് ബാന് കിട്ടിയത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ബാന് കിട്ടിയത്. ഈ ഒരു 3 രീതിയിലായിരിക്കും റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് പെർമനന്റ് ബാന് കിട്ടിയിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ആ സ്റ്റോറിക്കകത്ത് റെയ്സ്റ്റാർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, റെയ്സ്റ്റാർ ഇനി ഈ ഗെയിം കളിക്കത്തില്ല, ഇത് നിർത്താൻ പോവാന്ന്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ ആ സ്റ്റോറി നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. वीडियो और सब कुछ मैसेज सब कुछ भेज चुका हूँ. अगर अनबैन होती है तो ठीक है गाइस, अगर नहीं अनबैन होता है तो गाइस फिर मैं ये गेम कभी खेलने वाला नहीं हूँ. ഈ ഒരു വീഡിയോക്കകത്ത് റെയ്സ്റ്റാർ പറയുന്നത് റെയ്സ്റ്റാർ ഗരീനയ്ക്ക് മെയിലും കാര്യങ്ങളും ഫുള്ള് പ്രൂഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ അക്കൗണ്ട് അൺബാൻ ആയില്ലെങ്കിൽ റെയ്സ്റ്റാർ ഇനി ഈ ഗെയിമേ കളിക്കത്തില്ലെന്നാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പൊ റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ റെയ്സ്റ്റാർ ഇനി ഒരിക്കലും ഗെയിം കളിക്കാൻ പോണില്ല. ഇനി നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് പെർമനന്റ് ബാൻ ആയിപ്പോൾ റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് അൺബാൻ ആകോ ഇല്ലയോ എന്നാണ്. നോർമൽ ആയിട്ട് ഒരാളുടെ അക്കൗണ്ട് ആണ് ബാൻ ആകുന്നത്, പെർമനന്റ് ബാൻ ആകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അൺബാൻ ആകത്തില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ റെയ്സ്റ്റാറിനെ സംബന്ധിച്ച് അത് അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം പാനൽ ഇട്ട് കളിച്ചിട്ട് ഗ്യാൻ ഗെയിമിങ്ങിന്റെ അക്കൗണ്ട് ബാൻ ആയ കാര്യം നമുക്കറിയാം, പെർമനന്റ് ബാൻ ആയത്. എന്നിട്ട് അത് ഗരീൻ തിരിച്ചു കൊടുത്തതും നമുക്കറിയാം.
ഇത് തന്നെ ഒരു പ്രൂഫാണ് റീസ്റ്റാറിന്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നതിൽ. കാരണം ഗ്യാൻ ഗെയിമിന്റെ അക്കൗണ്ട് ബാനായി അത് തിരിച്ച് കിട്ടി. കാരണം എന്താ, ഗ്യാൻ ഗെയിമിങ്ങിന് മോഡറേറ്റേഴ്സ് ആയിട്ട് കമ്പനി ഉണ്ട്, അതുകൊണ്ട് അത് തിരിച്ച് കിട്ടിയത്. സെയിം കാര്യം തന്നെ റീസ്റ്റാറിന്റെ ഇതിലും ചാൻസ് ഉണ്ട്. കാരണം റീസ്റ്റാറിന് മോഡറേറ്റേഴ്സ് ആയിട്ട് കമ്പനി ഉണ്ട്. ഇതില്ലെങ്കിൽ ഗ്യാൻ ഗെയിമിങ് പറഞ്ഞിട്ട് റീസ്റ്റാറിന്റെ അക്കൗണ്ട് അൺബാൻ ആക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ റീസ്റ്റാറിന്റെ അക്കൗണ്ട് അൺബാൻ ആകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇത്രയും നല്ലൊരു ഹോൾഡുള്ള ഒരാളാണ് റീസ്റ്റാർ, ഇത്ര ഫെയിം ആയിട്ടുള്ള ഒരാളാണ് റീസ്റ്റാർ. അപ്പം റീസ്റ്റാർ അവൻ പാനൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് അവന്റെ വീഡിയോക്കകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ റീസ്റ്റാറിന്റെ അക്കൗണ്ട് കൺഫേം ആയിട്ട് അൺബാൻ ആകുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറെ പേര് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടായി, അതിനകത്ത് കറക്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി, എന്തെങ്കിലും യൂസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ആക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.